ഓക്കെ, അടുത്തത് നമ്മൾ ലീനിയർ ഓൾജിബ്ര തിയറം 10 ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ തിയറം പറയുന്നത് എവറി n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ് ഈസ് ഐസോമോർഫിക് ടു എഫ് എൻ. അതായത് ഇവിടെ നമ്മൾ രണ്ട് പേരെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് വി എന്ന് പറഞ്ഞൊരു വെക്റ്റർ സ്പേസ്, ഇതിനെക്കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷൻ n ആണ്. രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ വി ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ n ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വി ആർക്ക് ഐസോമോർഫിക് ആയിരിക്കും? എഫ് എന്നിന്. അതായത് എഫ് ആണ് ഫീൽഡ്, അങ്ങനെയാണെങ്കിൽ എഫ് എന്നിന് ഐസോമോർഫിക് ആയിരിക്കും. എഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് ഓർഡേഡ് അല്ല n ട്യൂപ്പിൾസ് ആണ്. അതായത് ഇവിടെ n എലമെൻറ്റ്സ് ഉണ്ടാവും. ഈ n ഉള്ള എലമെൻറ്റ്സ് എല്ലാം നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? എഫിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ തിയറം മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ P2 ഓഫ് R കൺസിഡർ ചെയ്യുക. എന്താണ് P2 ഓഫ് R എന്ന് പറഞ്ഞാൽ? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് 2, ഡിഗ്രി മാക്സിമം 2 വരെ വരുന്ന എല്ലാ പോളിനോമിയൽസും കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ ഫീൽഡ് എന്താണ്? ഫീൽഡ് നമുക്കറിയാം, എഫ് എന്ന് പറഞ്ഞാൽ ആറാണ്, റിയൽ നമ്പേഴ്സ് അല്ലേ? ഇതാണ് നമ്മുടെ ഫീൽഡ് വരിക. P2 ഓഫ് R എന്ന് പറഞ്ഞാൽ ഇതാണ് ഫീൽഡ്. അപ്പം ഇവിടുത്തെ ഫീൽഡ് ആറാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഡയമെൻഷനെ കുറിച്ച് ആലോചിക്കുക. ഇതിൻ്റെ P2 ഓഫ് R ഡയമെൻഷൻ എന്താ? ബേസിസിലായിരിക്കും ഉണ്ടാവുക 1 x x². അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്താ? ബേസിസിൽ 3 പേരാണുള്ളത്, അതുകൊണ്ട് ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? 3 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡയമെൻഷൻ 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയറം പ്രകാരം എന്തായിരിക്കും? ഇത് ആർക്ക് ഐസോമോർഫിക് ആയിരിക്കും? ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആർ, എഫ് എൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഫീൽഡ് എഫ് എൻ ആണ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഫീൽഡ് ആറാണ്. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? നമ്മുടെ ബേസിസിൻ്റെ നമ്മൾ ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ അത് 3 ആണ്. സോ ഇത് R3ക്ക് ഐസോമോർഫിക് ആയിരിക്കും. എന്തുകൊണ്ടാണ് R3ക്ക് ഐസോമോർഫിക് ആവുന്നത് എന്ന് വെച്ചാൽ ഇവിടെയുള്ള എലമെൻറ്റ്സ് എല്ലാം ഏത് ഫോമില്ല? അപ്പോൾ ഒരു ജനറൽ എലമെൻറ്റ് എടുക്കുക, 2x² പ്ലസ് 3 മൈനസ് 1 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് എടുക്കുക. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് R3യിലുള്ള ഒരു എലമെൻറ്റ് ഉണ്ടാവും. ഇവിടെ 3x ആണ് -1, 3x എന്ന് വിചാരിക്കേണ്ട, 3x ആണ് -1. ഇത് നമ്മൾ P2 ഓഫ് R ഉള്ള ഒരു എലമെൻറ്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കും? നമ്മളെ R3യിൽ ഉണ്ടായിരിക്കും. ആ എലമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ R3യിലെ എലമെൻറ്റ്സ് ഇങ്ങനെയല്ലേ വരിക? 2 എക്സിൻ്റെ കൂടെയുള്ള 3, ഇവിടെ വരുന്ന നമ്പേഴ്സ് മാത്രം നമ്മൾ എടുത്തെഴുതാണ് -1. സോ ഈ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു എലമെൻറ്റ് ഉണ്ടാവും. സിമിലർലി ഏത് എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെയുള്ള ഓരോ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് R3യിലുള്ള ഓരോ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ എലമെൻറ്റ്സ് തമ്മിൽ മാപ്പ് ചെയ്തത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എലമെൻറ്റ് എടുത്തത് 2x² പ്ലസ് 3x -1 എന്ന് പറഞ്ഞാൽ P2യിലുള്ള ഒരു എലമെൻറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ ഇതിന് ചെയ്തത് നമ്മൾ ഈ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബേസിസ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? x² x 1. അപ്പോൾ ഇവിടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയാൽ ആ ലീനിയർ കോമ്പിനേഷനിലുള്ള കോൺസ്റ്റൻസ്, അതായത് 2 3 -1, അതിനെ നമ്മൾ ഈ എലമെൻറ്റിനെ ആദ്യം എന്ത് ചെയ്തു? ഒരു എലമെൻറ്റിനെ അവിടെയുള്ള ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. എന്നിട്ട് എങ്ങോട്ടാണ് നമ്മൾ മാപ്പ് ചെയ്യുക? R3യിലുള്ള 2 3 -1ലേക്ക് നമ്മൾ മാപ്പ് ചെയ്തു. അതായത് ആ കോയിഫിഷ്യൻസിലേക്ക് മാപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു മാപ്പിംഗ് കിട്ടും. ഇനി ഈ ഒരു മാപ്പിംഗ് നമ്മൾ 1 1 ആണ്, ഓൺ 2 ആണ്, ഐസോമോർഫിക് ആണെന്ന് കാണിക്കാൻ 1 1 ആണെന്ന് കാണിക്കണം, ഓൺ 2 ആണെന്ന് കാണിക്കണം, ലീനിയർ ആണ് എന്നുള്ളൂടെ കാണിക്കണം. അപ്പോൾ ഇതെങ്ങനെ കാണിക്കാം എന്നുള്ളത് പറയാം. ഓക്കെ, നമുക്ക് തിയറത്തിലേക്ക് ഒന്നുകൂടെ തിയറം വായിച്ച് നോക്കാം. തിയറത്തിൻ്റെ പ്രൂഫാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അതിൻ്റെ എക്സാമ്പിൾ മാത്രമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് എവറി n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്, അപ്പോൾ ഈ ഒരു വെക്റ്റർ സ്പേസ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ n ആണ്, ഓവർ ദ ഫീൽഡ് എഫ്, അവിടെയുള്ള ഫീൽഡ് എഫ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഐസോമോർഫിക് ടു എഫ് എൻ. അത് എഫ് എന്നിന് ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ ചെയ്തൊരു എക്സാമ്പിൾ ഇല്ല, ആ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ എങ്ങനെയാണ് ആദ്യം തന്നെ നമുക്കൊരു മാപ്പിംഗ് വേണം. ആ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഐസോമോർഫിക് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് കാണിക്കണം? അവിടെ ഒരു ഫംഗ്ഷൻ വിയിൽ നിന്ന് എഫ് എന്നിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം. പ്ലസ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 1 ആൻഡ് ഓൺ 2 ആയിരിക്കണം. 1 1 ഓൺ 2 കൂടി ആകുമ്പോഴാണ് അത് ഇൻവേർട്ടബിൾ ആകുന്നത്. സോ നമ്മളൊരു ഐസോമോർഫിസം എന്ന് പറഞ്ഞാൽ ലീനിയറും ഇൻവേർട്ടബിളും ആയിട്ടുള്ള മാപ്പാണ്. സോ ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഫംഗ്ഷൻ വേണം. അപ്പോൾ ആ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ആ എക്സാമ്പിൾ നമ്മൾ എങ്ങനെയായിരുന്നു ഒരു ഫംഗ്ഷൻ എഴുതിയത്? ആദ്യം ഒരു എലമെൻറ്റിനെ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക, ആ കോൺസ്റ്റൻസിലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വി എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ n അല്ലേ? അപ്പോൾ ലെറ്റ് ഡയമെൻഷൻ ഓഫ് v ഈക്വൽ ടു n എന്ന് എഴുതുക. ആൻഡ് ഒരു ബേസിസിനെ പറ്റി പറയാം. ലെറ്റ് α1 α2 എക്സെട്ര അപ് ടു αn ബി എ ബേസിസ് ഓഫ് ക്യാപിറ്റൽ V എന്നുള്ളത് പറയാം. ഇനി നമ്മൾ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുമ്പം എഗെയിൻ നിങ്ങൾ ആ എക്സാമ്പിളിലുള്ള ഓർമ്മയിൽ ചെയ്യണേ. ഒരു സപ്പോസ് ആൽഫ എലമെൻറ്റ് ഓഫ് v ആണെങ്കിൽ ആൽഫയെ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതണം. ലെറ്റ് ആൽഫ, ഇതെല്ലാം ലെറ്റ് വെച്ച് എഴുതണേ. ആൽഫ എലമെൻറ്റ് ഓഫ് v, ലെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക. ആ ബേസിസ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ α1 α2 എക്സെട്ര അപ് ടു α n ആണ്. അപ്പോൾ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക. a1 α1 പ്ലസ് a2 α2 പ്ലസ് എക്സെട്ര an αn. അപ്പോൾ ആൽഫ ഇങ്ങനെ എഴുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടി ഓഫ് ആൽഫ, ആൽഫയെ നമ്മൾ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ആൽഫയെ നമ്മൾ മാപ്പ് ചെയ്യുന്നത് ടി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു, ആക്ച്വലി എഫ് എന്നിലുള്ള ഏത് എലമെൻറ്റിലേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യുക? ഇവിടെയുള്ള ഈ കോൺസ്റ്റൻസ് ഏതാണോ ആ കോൺസ്റ്റൻസിലേക്കാണ് നമ്മൾ, കോൺസ്റ്റൻസ് വരുന്ന ഒരു എലമെൻറ്റ് ഇല്ല, അതിലേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യുക. അതായത് a1 a2 എക്സെട്ര അപ് ടു an എന്ന് പറയുന്ന മാപ്പിലേക്ക്. സോ ടി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു a1 a2 എക്സെട്ര അപ് ടു an ഇതിലേക്ക് മാപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടി ഓഫ് ആൽഫ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് കാണിക്കണം? ഈ ടി ലീനിയർ ആണ്. ടി
1 ആണ്, ടി ഓൺ 2 ആണ് എന്നുള്ളത് കാണിക്കണം. അപ്പോൾ നമുക്ക് ടി ആദ്യം ലീനിയർ ആണെന്ന് കാണിക്കാം. ലീനിയർ ആണെന്ന് കാണിക്കാൻ നമ്മൾ ആദ്യം വീലുള്ള രണ്ട് എലമെൻറ്റ്സ് എടുക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ ഇസ് ഈക്വൽ ടു A1 ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് AN ആൽഫ N എന്നെടുക്കുക. രണ്ടാമത്തെ എലമെൻറ്റ് ബീറ്റ എന്നെടുക്കുക. ബീറ്റ ഇസ് ഈക്വൽ ടു B1 ആൽഫ 1 പ്ലസ് എക്സെട്ര ടു പ്ലസ് BN ആൽഫ N. ഇവിടേക്ക് ആൽഫ 1 തൊട്ട് ആൽഫ N വരെ ആ ബേസസ് ആണ്, അവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയതാണ്. ഇനി നിങ്ങൾ കാണിക്കാനുള്ളത് ടി ഓഫ് ആൽഫ പ്ലസ് ബീറ്റ. ടി ലീനിയർ ആണെന്ന് കാണിക്കാൻ നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ പറയാം. ആദ്യം ദിസ് ഇസ് ഈക്വൽ ടു ടി ഓഫ് ആൽഫ പ്ലസ് ടി ഓഫ് ബീറ്റ എന്ന് കാണിക്കണം. അപ്പോൾ നിങ്ങൾ നോക്ക്, ടി ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ് എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാം. ടി ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ടി ഓഫ് ആൽഫയുടെ വാല്യൂ എന്തായിരുന്നു? A1 ആൽഫ 1 പ്ലസ് എക്സെട്ര AN ആൽഫ N പ്ലസ് B1 ആൽഫ 1 പ്ലസ് BN ആൽഫ N. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ നോക്കും, ആദ്യത്തെ ഇതിൽ രണ്ട് ആൽഫ 1 വരുന്ന ടേംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആര് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം? ആൽഫ 1-നെ. അപ്പം അതേപോലെ ഇവിടുന്ന് നെക്സ്റ്റ് ആൽഫ 2-നെ പുറത്തേക്ക് എടുക്കുക, എക്സെട്ര ലാസ്റ്റ് ആൽഫ N-നെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു ടി ഓഫ് A1 പ്ലസ് B1. ടി ഓഫ് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ബാക്കി ടേംസിന് ഇങ്ങനെ എഴുതുക. ആൽഫ 1 പ്ലസ് നെക്സ്റ്റ് ടേം A2 പ്ലസ് B2 ആൽഫ 2 ആയിരിക്കും, പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്തായിരിക്കും? AN പ്ലസ് BN ആൽഫ N. ഇനി നിങ്ങൾ നോക്ക്, ടിയെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ടി ഓഫ് ഈ ആൽഫ 1 എക്സെട്ര അപ് ടു ആൽഫ N എന്നുള്ള ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജ് എന്താ വരിക? അവിടെ വരുന്ന കോൺസ്റ്റൻസ് അല്ലേ? അപ്പോൾ അവരൊരു എൻട്രിപ്പിളായിട്ട് എഴുതുക. ദിസ് ഇസ് ഈക്വൽ ടു A1 പ്ലസ് B1 കോമ A2 പ്ലസ് B2. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതുന്നില്ല, നിങ്ങൾ നോട്ട്സിൽ അത് എഴുതണം. പ്ലസ് AN പ്ലസ് BN ഇങ്ങനെ എഴുതുക. ഇതല്ലേ വരിക അല്ലേ? ഇനി നിങ്ങൾ എന്ത് നോക്കുക? സോ ഇത് നമ്മൾ ആ ടി എഫ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ടി എഫ് ആൽഫ പ്ലസ് ടി എഫ് ബീറ്റ എന്ന് പ്രൂവ് ചെയ്യുന്നതിൻ്റെ LHS ആണ്. സോ LHS ഇസ് ഈക്വൽ ടു ഇത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എന്ന് വെച്ചാൽ ദിസ് ഇസ് ഈക്വൽ ടു A1 കോമ A2 കോമ എക്സെട്ര അപ് ടു AN പ്ലസ് B1 കോമ B2 കോമ എക്സെട്ര അപ് ടു BN എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കുക, A1 A2 എക്സെട്ര അപ് ടു AN എന്ന് പറയുമ്പോഴേ നമ്മളെ ആൽഫയുടെ വാല്യൂ നിങ്ങൾ നോക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു ഇതാണ്. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ആൽഫ എന്തായിരിക്കും? അവിടെയുള്ള കോൺസ്റ്റൻസ് അല്ലേ വരിക? അതായത് A1 A2 എക്സെട്ര അപ് ടു AN. അപ്പോൾ A1 A2 എക്സെട്ര അപ് ടു AN എന്ന് കണ്ടാൽ എനിക്ക് അതിന് പകരം എന്ത് എഴുതാം? ടി ഓഫ് ആൽഫ എന്ന് എഴുതാം. അതേപോലെ ബീറ്റ ഇതല്ലേ, അപ്പോൾ ടി ഓഫ് ബീറ്റ എന്തായിരിക്കും? B1 B2 എക്സെട്ര അപ് ടു BN ആയിരിക്കില്ലേ? അപ്പോൾ അതിന് പകരം എനിക്ക് എന്ത് എഴുതാം? ടി ഓഫ് ബീറ്റ എന്നും എഴുതാം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതല്ലേ, ദിസ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ആൾ ടി ഓഫ് ആൽഫയാണ് പ്ലസ് ടി ഓഫ് ബീറ്റയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ടി ഓഫ് ആൽഫ പ്ലസ് ടി ഓഫ് ബീറ്റ എന്ന് നമുക്ക് എഴുതാം. സോ നമ്മൾ അവിടെ ഒരു കാര്യം പ്രൂവ് ചെയ്തില്ല, ലീനിയർ ആണ് എന്നുള്ളതിൽ. ഇനി ലീനിയർ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള അടുത്ത കാര്യം എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ടി ഓഫ് സി, ഒരു കോൺസ്റ്റൻറ്റ് C ഇൻറ്റു ആൽഫ ഈക്വൽ ടു C ഇൻറ്റു ടി ഓഫ് ആൽഫ. അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ നമുക്ക് എഴുതി വെക്കാം. ടി ഓഫ് C ഇൻറ്റു ആൽഫ. ആൽഫയുടെ വാല്യൂ നിങ്ങൾ എങ്ങനെ എന്ത് കൊടുക്കുക? A1 ആൽഫ 1 പ്ലസ് എക്സെട്ര AN ആൽഫ N എന്ന് കൊടുക്കുക. ഇതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ CA ഇവിടെയുള്ള എല്ലാ എലമെൻസിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ CA1 ആൽഫ 1 CA2 ആൽഫ 2 എക്സെട്ര അപ് ടു CAN ആൽഫ N എന്ന് വരും. അപ്പോൾ ടി ഓഫ് അത് എന്ന് പറഞ്ഞാൽ എന്ത് വരും? അവിടെയുള്ള കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ CA1 കോമ CA2 കോമ എക്സെട്ര അപ് ടു CAN എന്ന് എഴുതിയില്ലേ? ഇനി ഇതിൽ നിന്ന് CA പുറത്തെടുത്തൂടെ? അപ്പോൾ C ഇൻറ്റു A1 A2 എക്സെട്ര അപ് ടു AN എന്ന് എഴുതാം. അപ്പോൾ അത് C ഇൻറ്റു A1 A2 എക്സെട്ര അപ് ടു AN എന്ന് പറഞ്ഞാൽ എന്താണ്? C ഇൻറ്റു A1 A2 എക്സെട്ര അപ് ടു AN എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താണ്? ടി ഓഫ് ആൽഫയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? C ഇൻറ്റു ടി ഓഫ് ആൽഫ എന്ന് കിട്ടും. സോ നമ്മൾ ഇതും പ്രൂവ് ചെയ്തു, അതുകൊണ്ട് അത് ലീനിയർ ആണ് എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ടി ഓഫ് ബീറ്റ എന്ന് അസ്യൂം ചെയ്യാം. 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എങ്ങനെയല്ലേ ചെയ്യുക? ടി ഓഫ് ആൽഫയും ടി ഓഫ് ബീറ്റയും ഈക്വൽ ആണെന്ന് എടുത്താൽ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് കിട്ടണം. അപ്പോൾ ടി ഓഫ് ആൽഫയുടെ വാല്യൂ എന്താണ്? നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടാണ്, അത് A1 A2 എക്സെട്ര അപ് ടു AN ആണ്. ടി ഓഫ് ബീറ്റയുടെ വാല്യൂ എന്താണ്? സോ ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതണേ, അത് B1 B2 എക്സെട്ര അപ് ടു BN ആണ്. അപ്പോൾ ടി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ടി ഓഫ് ബീറ്റ, ഇങ്ങനെയുള്ള രണ്ട് പേര് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? A1 ഇസ് ഈക്വൽ ടു B1, A2 ഇസ് ഈക്വൽ ടു B2 എക്സെട്ര അപ് ടു AN ഇസ് ഈക്വൽ ടു BN ആയിരിക്കും. സോ അത് എഴുതുക, A1 ഇസ് ഈക്വൽ ടു B1, A2 ഇസ് ഈക്വൽ ടു B2 എക്സെട്ര അപ് ടു AN ഇസ് ഈക്വൽ ടു BN. അപ്പോൾ ഇവരെല്ലാവരും ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? A1 ഉം B1 ഈക്വൽ ആണ്, A2 ഉം B2 ഇസ് ഈക്വൽ ആണ്, എക്സെട്ര അപ് ടു AN ഉം BN ഉം ഈക്വൽ ആണ്. അപ്പോൾ അത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആൽഫ ഈക്വൽ ടു ബീറ്റ എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ആൽഫയിൽ നിന്ന് തുടങ്ങുക. ആൽഫ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ആൽഫയുടെ വാല്യൂ A1 ആൽഫ 1 പ്ലസ് എക്സെട്ര അപ് ടു പ്ലസ് AN ആൽഫ N. പക്ഷേ നമുക്കറിയാം A1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? B1 A1 ഈക്വൽ അല്ലേ? അപ്പോൾ A1 പകരം B1 എന്ന് കൊടുക്കുക. സോ ദിസ് ഈക്വൽ ടു B1 ആൽഫ 1 പ്ലസ് എക്സെട്ര അപ് ടു BN ആൽഫ N. അപ്പം ഇനി ഇത് ആക്ച്വലി B1 ആൽഫ 1 പ്ലസ് എക്സെട്ര അപ് ടു BN ആൽഫ N എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിൻ്റെ വാല്യൂ ആയിരുന്നു? ബീറ്റയുടെ വാല്യൂ ആയിരുന്നു. സോ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ എന്നുള്ളത് നമുക്ക് കിട്ടി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ടി ഓഫ് ബീറ്റയിൽ നിന്നാണ്. അത് നമുക്ക് എന്ത് വന്നു? ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് വന്നു. സോ അതുകൊണ്ട് ടി 1 ആണ്. ഇനി ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ഡൊമൈനിലുള്ള കോ ഡൊമൈനിലുള്ള ഒരാളെടുക്കുക, അതിൻ്റെ പ്രീ ഇമേജ് ഫൈൻഡ് ചെയ്യുക. ഇവിടെയുള്ളത് n ട്രിപ്പിൾസ് അല്ലേ? അപ്പോൾ ഒരു n ട്രിപ്പിൾ A1 A2 എക്സെട്ര അപ് ടു AN ആണെന്ന് വിചാരിക്കുക. ഇത് എവിടെയുള്ള ആളാണ്? നമ്മളെ FN എന്നുള്ള ആളാണ്. സോ FN നിന്ന് നമ്മൾ ഒരാളെടുത്ത് അതിൻ്റെ പ്രീ ഇമേജ് ഫൈൻഡ് ചെയ്യുക. ഏത് എലമെൻ്റ് ആണ് അതിലേക്ക് മാപ്പ് ചെയ്യുക? നിങ്ങൾക്കറിയില്ല, നമ്മൾ A1 A2 എക്സെട്ര അപ് ടു ANലേക്ക് മാപ്പ് ചെയ്യുന്ന ആളാരാണ്? A1 ആൽഫ 1 പ്ലസ് എക്സെട്ര അപ് ടു AN ആൽഫ N ആണ്.
അത് എവിടെയുള്ളതാണ് നമ്മളെ വിയിലുള്ള ആളാണ്. സോ നിങ്ങൾ ഈ ഓൺ ടു ആണ് എന്നുള്ളത് ഇത്രയും എഴുതിയാൽ മതി. ടി ഈസ് ഓൺ ടു എന്നുള്ളതിന് നിങ്ങൾ ഇങ്ങനെ എഴുതാം. ദ പ്രീ ഇമേജ് ഓഫ് A1 A2 എക്സെട്ര അപ് ടു AN. ആ എലമെൻറ്റ് എന്താണ്? ഈസ് A1 alpha 1 പ്ലസ് A2 alpha 2 പ്ലസ് എക്സെട്ര അപ് ടു AN alpha n. സോ ടി ഈസ് ഓൺ ടു എന്നുള്ള പോയിന്റ് കൂടെ എഴുതാം. ഇത്ര എഴുതിയാൽ നമ്മൾ ടിയെ കുറിച്ച് എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞു. ടി 1 ആണ്, ഓൺ 2 ആണ്, ലീനിയർ ആണ് എന്നുള്ള പറഞ്ഞു. അതുകൊണ്ട് ടി എന്താണ്? ഐസോമോർഫിസ് ആണ്. സോ നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് ഇങ്ങനെ എഴുതാം. സോ ടി ഈസ് ആൻ ഐസോമോർഫിസം. ദെർഫോർ വി ആൻഡ് FN ആർ ഐസോമോർഫിക്.